ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ? ഞാൻ ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഓർത്ത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നോ അല്ല എന്തൊക്കെയാ ഞാനൊന്നും പറഞ്ഞൊന്നും വിടുന്നില്ല. ഞാൻ ഓർത്തൊന്നും പറഞ്ഞിടാം എന്നുള്ള ഇതായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും തോന്നില്ല, എന്നാലും ഞാൻ പറയുവേ. നമ്മുടെ ഉള്ളിലെ സങ്കടം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സമാധാനമല്ലേ, ഒരു സന്തോഷമല്ലേ. പിന്നെ എൻ്റെ ജീവിതമെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ജീവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞുനാൾ ഞാൻ ജീവിച്ചതെന്ന് വെച്ചാൽ ദുഃഖത്തിൽ തന്നെ ജീവിച്ചത്. പിന്നെ എൻ്റെ അച്ഛന് ചെറിയ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ആങ്ങളമാരായിരുന്നു. പിന്നെ 4 ചേച്ചിമാരുണ്ട്. 4 പെൺപിള്ളേരായിരുന്നു. അതിൽ മൂത്ത ചേച്ചി മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 3 പെണ്ണുണ്ട്, ഇപ്പം 3 ആണുണ്ട്. എല്ലാവരും പ്രത്യേകം വീട് വെച്ച് താമസിക്കുന്നു, വേറെ വേറെ. പിന്നെ ഞാനേ ഉള്ളു, എനിക്ക് വീടൊന്നുമില്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ പണ്ട് വളർന്നതെന്ന് വെച്ചാൽ, എൻ്റെ അണ്ണനെ ഞങ്ങളെ വളർത്തിയത്, മൂത്തണ്ണനെ ഞങ്ങളെ വളർത്തിയത്. മൂത്താങ്ങള അച്ഛനിവിടെ ഇല്ലായിരുന്നു. അച്ഛനെ ജോലിക്ക് പോയതാ, അല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോയതൊന്നുമല്ല. അച്ഛനിവിടെ ഇല്ലായിരുന്നു സ്ഥലത്ത്. അമ്മയ്ക്ക് ചെറിയൊരു ഒരു ഇതുപോലുള്ള ഇതെന്ന് വെച്ചാൽ എല്ലാം കൈകാര്യം ചെയ്യാനാ, പൈസയൊക്കെ കൊണ്ട് കൈകാര്യം ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി പുറമോട്ടായിരുന്നു. അതുകൊണ്ട് ആങ്ങളെയാണ് എല്ലാം ശ്രദ്ധിച്ചെല്ലാം നോക്കിയത് കൊടുത്തതുമല്ല. അങ്ങനെ അന്ന് അച്ഛൻ പൈസ ഇട്ട് തന്നാലും വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അന്ന് ജീവിക്കാനുള്ളൊരു മാർഗമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ അരിയിടിച്ചും 2 ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. ഇരട്ടകളെ പ്രസവിച്ചിട്ടുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഇപ്പോഴും അവരുണ്ട് കേട്ടോ, ചേച്ചിനും അണ്ണനും ഒക്കെ ഉണ്ട് ഇപ്പോഴും. അന്നേരം അവർ 2 ഇരട്ടകളെ ഇട്ട് അരിയിടിക്കാൻ പോവും, വീട്ടു ജോലിക്ക് പോവും, ഓലമുടയാൻ പോവും, എല്ലാ ജോലിക്കും പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഞങ്ങളുടെ അമ്മയുടെ കൂടെ, ഞങ്ങളുടെ അമ്മ ഈ മാപ്പിളമാരുടെ വീട്ടിലൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. അത് ഞങ്ങളും പോവും, അമ്മയുടെ കൂടെ പോവും, ഓലമുടയാനും എല്ലാത്തിനും പോവും. അന്നേരം അമ്മ അവിടെ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കും, അതിലെപ്പെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഓടി വന്ന് പിന്നെ പള്ളിക്കൂടത്തിൽ പോവും, വീട്ടിലെ ജോലികളൊക്കെ നോക്കി പള്ളിക്കൂടത്തിൽ പോവും. പോയിട്ട് വരുന്ന സമയത്തിന് ചില ദിവസമൊക്കെ പട്ടിണിയായിരിക്കും, ആഹാരമൊന്നും കാണത്തില്ല. സത്യം പറഞ്ഞാൽ കരിക്കിട്ട് തന്ന സമയങ്ങളുമുണ്ട്. സത്യം, അതൊക്കെ കുടിച്ചുകൊണ്ട് പോയ സമയം, പട്ടിണിയായിട്ട് പോയിട്ടുള്ള സമയമുണ്ട് സ്കൂളിലൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾക്കന്ന് വെച്ചാൽ ഒരു തുണി, സത്യം പഴയ തുണിയിട്ടാണ് ഞങ്ങൾ വളർന്നത്. പള്ളിക്കൂടത്തിൽ പോയപ്പോഴാലും എല്ലാം അന്നത്തെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ ആയിരുന്നു. പഴയ തുണി തന്ന് ആരൊരു പഴയ തുണി തന്നാലും ഞങ്ങൾ മേടിക്കുമായിരുന്നു. മേടിച്ചിട്ടുണ്ട് സ്കൂളിൽ പോവുകയും വീട്ടിലിടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ഇന്നത്തെ. അങ്ങനെ അമ്മയ്ക്ക് ഓലമുടയാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോയി ഓല പാകിയിട്ട് കൊടുക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ച ഒരവസ്ഥയായിരുന്നു അന്ന് പണ്ട്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കായാലും ആർക്കായാലും ഒരു നേരത്തെ ആഹാരമായാലും ഒരു തുണിയായാലും എന്തിനും ഒരു കുറവുമില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ കാര്യം പറയുവാന്ന്, ഞാൻ വേറെ ഇതൊന്നും പറയാനല്ല, എനിക്ക് ആരെങ്കിലും സഹായിക്കാനോ തരാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ അവസ്ഥ ഞാൻ പറയുക. എൻ്റെ ഇപ്പോഴത്തെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെ. അതിന് കഷ്ടമായിട്ടുള്ള ജീവിതം ഇപ്പം എനിക്ക് സത്യം പറയാം. എൻ്റെ അനിയത്തിക്കും എൻ്റെ ചേച്ചിക്കും നല്ല സുഖജീവിതമാണ്. പിന്നെ എനിക്ക് 3 ആങ്ങളമാരുണ്ട്. അവർക്കും ഒരു കുഴപ്പമില്ല. അവരും എല്ലാവരും, ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരുവിധം നല്ല സുഖജീവിതം. എല്ലാവർക്കും നല്ല ഒരിതാണ്. എല്ലാവർക്കും വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല സുഖമായിട്ടൊക്കെ അവർ പോകുന്നുണ്ട്. അനിയത്തിമാരും ചേട്ടത്തിമാരൊക്കെ അവരെല്ലാവരും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. ഒരു തുണിയായാലും ഇപ്പം എനിക്ക് വയ്യാമെങ്കിൽ 10 പൈസ അയച്ച് തരുവാട്ടെ, എല്ലാം ചെയ്യും. ഇപ്പം അത് ആദ്യമൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്കൊരു മോളുണ്ട്. മോളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിടം തൊട്ട് പിന്നെ വലിയ ഒരിതൊന്നുമില്ല. വിളിക്കും, പറയും, മിണ്ടും, എന്നാലും വലിയ ഇതൊന്നും ഇല്ല. തന്നിട്ടുണ്ട്, അതുങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവരൊക്കെ തന്ന് തന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മരുന്നെന്ന് വെച്ചാൽ എനിക്കൊരു വീടില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു വീട് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു മുറിയെങ്കിൽ ഒരു മുറി, ആ ഒരു വിഷമം തന്നെ ഞാനിപ്പം നടക്കുന്നത്. ഞാൻ ഒത്തിരി ജോലിക്കൊക്കെ പോയി, ആണുങ്ങൾ ചെയ്യുന്ന പോലുള്ള ജോലിക്കൊക്കെ ഞാൻ പോയായിരുന്നു. പോയിട്ടൊന്നും ഒരു മാർഗവും, ഒരു വീട് വെക്കാനുള്ള ഒരു മാർഗവും ഇതുവരെ ആയില്ല. മോളെ ഉള്ളത് കൊടുത്ത് ഞാൻ മോളെ അയച്ച്. അങ്ങനെ ഇച്ചിരി കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ചേട്ടൻ അന്നന്ന് ജോലിക്ക് പോകും, അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് 2 കൊച്ചുമക്കളായി. പിന്നെ ഒരാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരാൾ അംഗനവാടി പോകുന്നു. അവർ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും എനിക്കെന്ന് വെച്ചാൽ എനിക്കൊരു മോളേ ഉള്ളല്ലോ. എൻ്റെ മോക്കൊരു ആങ്ങളമാരോ അനിയത്തിമാരോ ചേച്ചിമാരോ ആരും സ്വന്തത്തിൽ ഞാൻ പ്രസവിച്ചതായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമം എപ്പോഴും. ഞാനിന്ന് മരിച്ചു പോലെ എൻ്റെ കുഞ്ഞിനൊരു വീടില്ലല്ലോ, ആരുമില്ലല്ലോ, ഞാൻ മരിച്ചു പോയി അവളെങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. എന്നാൽ ചോദിക്കും കെട്ടിച്ച് വിട്ടാൽ അവിടെ ഇല്ലയോ അല്ലേ ഭർത്താവിനില്ലയോ എന്ന്. അത് ഇച്ചിരി അവനും വീടും ഒന്നുമില്ല, ഇച്ചിരി വസ്തുവുള്ള അനിയനൊക്കെ താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമങ്ങളും കാര്യങ്ങളും. എന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. കല്യാമട്, കൊത്തപ്പണി, എല്ലാ ജോലിക്കും ഞാൻ പോയിട്ടുണ്ട്. നാട്ടിലെ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. ഒന്നും ഇതുവരെ ഒരു കൂര വെക്കാനുള്ള മാർഗമായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം പിന്നീട് ഞാൻ 2 വർഷം കഴിഞ്ഞ് ഒരു പാസ്പോർട്ട് എടുത്തായിരുന്നു. അങ്ങോട്ടെങ്കിലും കയറി പോയിട്ട് ഒരു വീട് വെക്കാനുള്ള ഒരു മാർഗം നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതും നടന്നില്ല. ആകെപ്പാടൊരു വിഷമത്തിലാണ് ഞാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ വീടിനകത്ത് തന്നെ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമോനായി ഒരു അമ്മമ്മ എങ്ങനെ വീട്ടിനകത്ത് ഇരിക്കുന്ന വെളിയിലോട്ട് ഇറങ്ങാതെ നാം പറഞ്ഞ് എൻ്റെ മോനായി ഈ ചാനൽ എടുത്ത് തന്നത്, ഈ യൂട്യൂബ് ചാനൽ എടുത്ത് തന്നത് എൻ്റെ മോനാണ്. ഞാൻ ചോദിച്ചു, മോനെ എനിക്കൊന്നും അറിയാം, ഒരു പഠിപ്പുമില്ല, ഒന്നുമില്ലാത്ത ഞാൻ എന്തെടുക്കാനാണ്, അമ്മാമ്മ എന്തെടുക്കാനാന്ന് ചോദിച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, പഴയ കാര്യം പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ 2-3 തിരുവാതിരപ്പാട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അങ്ങ് കയറി പിന്നെ ഇവിടം വരെ ആയത്. അതുകൊണ്ട് നേരത്തേന്ന് വെച്ചാൽ എന്തെങ്കിലും കഞ്ഞിയും കറിയൊക്കെ വെച്ചു അല്ല ജോലിക്ക് പോകുന്ന സമയത്തിനായാലും എപ്പോഴും അങ്ങ് വിഷമങ്ങളാണ്. ഒരു ദിവസം പോലും ഇല്ലാതെ കണ്ണുനീരായിരുന്നു, എപ്പോഴും കരച്ചിലും ഒക്കെ ആയിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വയ്യാഴി പോലൊക്കെ ആയിരുന്നു. ഇപ്പം ഇതെടുത്തിടം തൊട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഇതുകൊണ്ടാണോ ജീവിക്കുന്നതെന്ന് ചിലപ്പം ചോദിച്ചേക്കുമാരെങ്കിലും. എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിതെടുത്തത് സത്യം പറഞ്ഞു. ഇപ്പം മനസ്സിനൊരു ചെറിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ എന്നാലും എപ്പോഴും ചിന്തയെല്ലാം എനിക്കൊരു വീടില്ലല്ലോ, എൻ്റെ ആൾക്കാർക്കെല്ലാം വീടും കാര്യങ്ങളും എല്ലാം ആയി, എൻ്റെ മിത്രങ്ങൾക്കെല്ലാം എനിക്കിങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നുള്ള ഒരു വിഷമങ്ങൾ എനിക്കെപ്പോഴും ഉണ്ട്. സത്യമാണ്, എനിക്കെപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാനിപ്പം സ്വന്തമായിട്ടൊക്കെ വീഡിയോ പറഞ്ഞിടാത്തതെന്ന് വെച്ചാൽ എനിക്കിവിടെ BSNൻ്റെ സിമ്മേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ, വേറെ ഒരു സിമ്മ് ഉപയോഗിക്കാനൊക്കത്തില്ല. റോഡിലോട്ടൊക്കെ ദൂരോട്ട് പോയാൽ വേറെ സിമ്മ് ഉപയോഗിക്കാം, ഇവിടെ ഒക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നും പറഞ്ഞിടാനൊക്കത്തില്ല. പിന്നെ അത് തന്നെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പഴയ വീട്ടിലാണ്, പണ്ടത്തെ പച്ചക്കട്ട കൊണ്ട് വാർത്തൊരു വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അന്നേരം അത് ഈ പുകാറയും കറുത്തൊക്കെ ഉരുണ്ട് കിടക്കുക, പുകാറ പോലൊക്കെ അങ്ങനെ വീടിനകമല്ലവേ. അതുകൊണ്ട് അതിനകത്ത് നിന്ന് നമുക്കൊരു ചെറിയ പാചകങ്ങൾ ചെയ്തിടാനോ അല്ലെങ്കിൽ നിന്ന് പറഞ്ഞ് സംസാരിച്ചിടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കറുത്തുരുണ്ടിരിക്കും, വല്ലാത്തൊരവസ്ഥയാണ്. ഇത് വീഡിയോ പോകത്തുമില്ല, ചെയ്യാൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിടാത്തത്. പിന്നെ അത്രയ്ക്ക് വലിയ കഴിവൊന്നുമില്ല, അത്രയ്ക്ക് വലുതായിട്ട് പറഞ്ഞിടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് വലിയ കഴിവൊന്നുമില്ല. അങ്ങനെ പിന്നെ എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കട്ടെന്നും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ആരും ഒന്നും മനസ്സിൽ ഓർക്കൊന്നും ചെയ്യരുത്, ഞാനിതൊക്കെ പറഞ്ഞിട്ടല്ലോ എന്ന്. സത്യം പറഞ്ഞ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടതാണ്. നമ്മുടെ ഉള്ളിലെ കുറേ സങ്കടങ്ങളും മാറുമല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ടത്. നിങ്ങളാരും എന്നെ ഒരു പുച്ഛമായിട്ട് കാണരുതും കേട്ടോ. ഞാനൊരു പാവമാണ്, എന്നെ ആരും ഒരു പുച്ഛമായിട്ട് കാണരുത്. പിന്നെ എന്തോ പറയാനാ, ചേട്ടൻ രാവിലെ പോവും, വെളുപ്പിനെ എണ്ണിച്ച് ഞാൻ കാപ്പി ഉണ്ടാക്കും, ചോറ് കൊണ്ടുപോകണമെങ്കിൽ ചോറും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. ഒരു 3 മണി 2:45 വരെ വീട്ടിലെ ജോലികളൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് പോയി കുളിച്ച് ഇങ്ങനെ വീഡിയോ പിടിച്ചിടുന്നതൊക്കെ. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇനി ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും ദൂരോട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും ആയില്ല ഇതുവരെ. എല്ലാ കൂട്ടുകാരുടെയും പ്രാർത്ഥന വേണം എനിക്ക് വേണ്ടി. എനിക്കൊരു കൂര വെക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. എനിക്ക് വേറെ സ്വർണ്ണത്തിനോടോ പൈസയ്ക്കോ ഒന്നും ഒരു ആഗ്രഹമില്ല. എനിക്ക് ഒരു മുറിയെങ്കിൽ ഒരു മുറി ഒരു കൂര വെച്ച് താമസിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു മോളുണ്ട്, അതുകൊണ്ടുള്ളൊരു വിഷമങ്ങളും പ്രയാസങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിട്ടത്. എല്ലാ ആൾക്കാരും ഒന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു.
ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാൻ അത്ര വലിയ ഇതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടനെ അമർത്തണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാർക്ക് ആർക്കും ഒരു ആപത്തും വരല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടണേന്ന് നിങ്ങളെല്ലാവരും പറയണേ. എനിക്ക് ലൈക്കും തരണം കേട്ടോ. എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാനിതിപ്പം പറഞ്ഞിടുന്നത് കേട്ടോ. ടാറ്റാ.